വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സംശയത്തിന്, ഉത്കണ്ഠയ്ക്ക് മറുപടിയായിട്ട് ദൂതൻ പറയുന്ന വാക്കുകളാണിത്. വളരെ മനോഹരമായിട്ട് ദൈവം ത്രിത്വമാണ് എന്ന് മാലാഖ ഇവിടെ വിവരിക്കുകയാണ്. പരിശുദ്ധാത്മാവ്, അത്യുന്നതൻ, ശക്തി, ഈ 3 കാര്യങ്ങളാണ് മറിയത്തിന്മേൽ ആവസിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് വരും. അത്യുന്നതൻ്റെ ശക്തി യേശുവാണ്. അത്യുന്നതൻ്റെ ശക്തി പുത്രനാണ്. അത്യുന്നതൻ പിതാവാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ കന്യകാ മറിയത്തിൽ സമ്മേളിക്കുകയാണ്. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നാണ് മറിയം പറയുന്നത്. മറിയത്തിൻ്റെ യോഗ്യതയും അതുതന്നെയാണ്. പുരുഷനെ അറിയുമായിരുന്നുവെങ്കിൽ ഈ നിയോഗം പരിശുദ്ധ മറിയത്തിന് ലഭിക്കുമായിരുന്നുമില്ല. എന്താണ് പുരുഷനെ അറിയുന്നത്? പാപമാണോ? വിവാഹബന്ധം അല്ല. എന്നാൽ ചാരിത്രവിശുദ്ധി അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് വിവാഹ ബന്ധത്തിൽ പുരുഷനെ അറിയുന്നത് പാപമായതുകൊണ്ടോ മോശമായതുകൊണ്ടോ അല്ല, ചാരിത്രവിശുദ്ധിയിൽ ജീവിക്കുക എന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ടാണ്. ഇനി ഇംഗ്ലീഷ് പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ഓവർ ഷാഡോ എന്നാണ്. മലയാളത്തിൽ അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറയുന്നു. അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാകാം. പക്ഷേ ഓവർ ഷാഡോ അഥവാ നിഴലിടുന്നു എന്നുള്ള ആ ഒരു പദം വെച്ചുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ഇത് കൂടുതലായി പഠിപ്പിക്കുന്നത്. അതിപ്രകാരം പഠിപ്പിക്കുന്നു: നിഴലുണ്ടാകണമെങ്കിൽ പ്രകാശം വേണം, പദാർത്ഥം വേണം. പ്രകാശവും പദാർത്ഥവും ഉണ്ടെങ്കിലാണ് നിഴൽ ആയിത്തീരുന്നത്. അതായത് പദാർത്ഥരൂപിയായ പൂർണ്ണ മനുഷ്യനും പ്രകാശമായ ദൈവവും, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടാണ് യേശു ജനിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, ഈ നിഴൽ എന്ന് പറഞ്ഞാൽ അത് ഒരു വസ്തുവിൻ്റെ രൂപത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. വസ്തു എപ്രകാരമോ അപ്രകാരമായിരിക്കും നിഴല്. തന്നെയുമല്ല, നിഴല് ആണ് മുന്നേ പോകുന്നത്, പ്രകാശം പുറകിൽ നിന്ന് വരുമ്പോൾ. ഇങ്ങനെയെല്ലാം നോക്കിക്കഴിയുമ്പോൾ മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്നത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. നിഴലും പ്രകാശവും പദാർത്ഥവും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മറിയത്തിൻ്റെ വിശുദ്ധിയിൽ, മറിയത്തിൻ്റെ സമർപ്പണത്തിൽ ത്രിത്വൈക ദൈവം അവിടെ വരികയാണ്. അതുകൊണ്ടാണ് ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ എന്ന് പറയപ്പെടുന്നത്. സ്വാഭാവിക രീതിയിൽ സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന്, സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് അവൻ ജനിക്കുന്നത് എങ്കിലും സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അവൻ രൂപപ്പെടുന്നത് സ്വാഭാവിക രീതിയിലല്ല. സ്വാഭാവികതയും അതിസ്വാഭാവികതയും ഒരുമിക്കുകയാണ്. ദൈവത്വവും മനുഷ്യത്വവും അവിടെ ഒരുമിക്കുകയാണ്. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നു എന്നതിനാൽ മനുഷ്യത്വം അവിടെ സ്വീകരിക്കപ്പെടുന്നു. എന്നാൽ ജനിക്കപ്പെടുന്നത് അത്യുന്നതൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്, പിതാവിൻ്റെ പദ്ധതിയാണ്. അപ്രകാരം നോക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് മനുഷ്യപ്രകൃതം സ്വീകരിച്ച്, എന്നാൽ മനുഷ്യപ്രകൃതത്തിന് അതീതമായ ഒരു സ്വഭാവത്തോട് ഉൾച്ചേർന്ന് അവൻ ജനിക്കുന്ന പുത്രൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. Have a blessed day to all of you.